Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടച്ച് കമന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. കമന്റ് യൂസ് ചെയ്തിട്ട് ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ .txt ഫയൽ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഫയൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അതിൽ ടെസ്റ്റ് ആഡ് ചെയ്യാം, അതിന് യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽ എഡിറ്റേഴ്സ്. A visual editor or text editor is a program where you can open, write and edit files within a user-friendly interface. അതായത് വിഷ്വൽ എഡിറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയൽ നമുക്ക് റൈറ്റ് ചെയ്യാനും ആ ഫയൽ എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽ എഡിറ്റർ. അതിന്റെ എക്സാമ്പിൾസ് ആണ് നാനോ, വിം, ഈ രണ്ടെണ്ണം. ഇതെല്ലാണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ നാനോ പറഞ്ഞ സിമ്പിൾ ടെർമിനൽ ബേസ്ഡ് എഡിറ്റർ ആണ്. നമുക്ക് ഏതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി അധികം വല്ലാണ്ട് പഠിക്കാണ്ട് എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നാനോ. വിം പറഞ്ഞ അഡ്വാൻസ്ഡ് ടെർമിനൽ എഡിറ്റർ ആണ്. കുറച്ചുകൂടി കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് വിം എഡിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നാനോ പറഞ്ഞ സിമ്പിൾ ടെർമിനൽ ബേസ്ഡ് എഡിറ്റർ ആണ്. അപ്പൊ നാനോ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നോക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്യണം. നമ്മൾ ഹോം ഡയറക്ടറി ആയിരിക്കും. ജസ്റ്റ് അത് ചെക്ക് ചെയ്യണമെങ്കിൽ PW ടൈപ്പ് ചെയ്ത ഹോമിൽ യൂസർ ഡയറക്ടറി യൂസർ വിനായക് PG, അതുകൊണ്ട് ആ ഡയറക്ടറി ഓപ്പൺ ആയി. ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫയൽസ് കിട്ടും. അപ്പൊ ഞാനൊരു ഫയൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫയൽ .txt. ആ ഫയൽ .txt അല്ലാണ്ട് വേറെ ഫയൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടച്ച് കമന്റ് യൂസ് ചെയ്യുക. ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഫയൽ കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ന്യൂ ഫയൽ .txt ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്യുക. അപ്പൊ ന്യൂ ഫയൽ .txt ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ നാനോ കമന്റ് ടൈപ്പ് ചെയ്യുക. നാനോ കമന്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം ന്യൂ ഫയൽ .txt ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഹായ്, ഹൗ ആർ യു, അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ടാബ് സ്പേസിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടാബ് നമുക്ക് പ്രസ് ചെയ്യാം. ടാബ് പ്രസ് ചെയ്തപ്പോൾ ടാബിന്റെ ആ ഡിസ്റ്റൻസിൽ നമ്മുടെ കേഴ്സർ പോയത് കാണാൻ പറ്റും, ഈ ഒരു ഐക്കൺ. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഹായ്, വീണ്ടും ഹലോ, ഹലോ, വേർ ആർ യു, I am in India and you. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് വേണം ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിനു ശേഷം എനിക്കിപ്പോ സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യം നമുക്ക് മിനിമം കാര്യം പഠിക്കാം. ഇപ്പൊ ഞാൻ അത്യാവശ്യം ടൈപ്പ് ചെയ്തതിനു ശേഷം എനിക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഔട്ട് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ഔട്ട് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതായത് കൺട്രോൾ ടൈപ്പ് ചെയ്യുക, അതിനൊപ്പം ഇതിലുള്ള ഓപ്ഷൻ കൂടി ടൈപ്പ് ചെയ്യുക. ഈ ആരോ സിമ്പിൾ കാണിക്കുന്ന നമ്മൾ കൺട്രോളും കൂടി പ്രസ് ചെയ്യണമെന്ന് അർത്ഥം. ഇത് കൺട്രോൾ പ്രസ് ചെയ്യുക, അതിനുശേഷം ഓ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മള് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇനി സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത നെയിമിനെ അവിടെ കാണിക്കും, ഫയൽ നെയിം ടു റൈറ്റ്. അപ്പൊ ഏത് ഫയലിലേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്? ന്യൂ ഫയൽ .txt. നമ്മളിപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത അതേ ഫയലിലേക്കാണ് സേവ് ചെയ്യേണ്ടെങ്കിൽ ന്യൂ ഫയൽ .txt പറഞ്ഞിട്ടവിടെ കാണിക്കും. നമുക്ക് ഇനി വേറെ ഫയലിലേക്കാണ് സേവ് ചെയ്യേണ്ടെങ്കിൽ ഇവിടുത്തെ ഫയൽ നെയിം നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഇപ്പൊ മാറ്റുന്നില്ല, എനിക്ക് ഇതേ ഫയലിലേക്കാണ് മാറ്റം വരുത്തുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആക്കിയ ഫയൽ നെയിം ഇല്ലേ, ന്യൂ ഫയൽ .txt, അതിലേക്ക് തന്നെ എനിക്ക് ഈ ഒരു മാറ്റം വന്നാൽ മതിയെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ഒരു മാറ്റം വരുത്താൻ നിൽക്കണ്ട, ജസ്റ്റ് എൻ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എക്സിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ആണ് ഷോർട്ട് കീ. അപ്പൊ കൺട്രോളും എക്സും കൂടിയിട്ട് ടൈപ്പ് ചെയ്യുക. കൺട്രോൾ എക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും, നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആയത് കാണാൻ പറ്റും. ഈ നാനോ കമന്റിന്റെ അകത്തുള്ള കണ്ടന്റ്സ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കാറ്റ് കമന്റ് യൂസ് ചെയ്യാം. കാറ്റ് കമന്റ് അതിനാണ് യൂസ് ചെയ്യുക. ഒരു ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമന്റാണ് കാറ്റ്. അപ്പൊ കാറ്റ് ന്യൂ ഫയൽ .txt ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കാണാൻ പറ്റും ഹായ്, ഹൗ ആർ യു, ഹായ്, ഹലോ, വേർ ആർ യു, ഐ ആം ഇൻ ഇന്ത്യ ആൻഡ് യു. കാറ്റിന് പകരം നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ നാനോ ന്യൂ ഫയൽ .txt ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് കിട്ടും ഹായ്, ഹൗ ആർ യു, ഹായ്, ഹലോ, വേർ ആർ യു, ഐ ആം ഇൻ ഇന്ത്യ ആൻഡ് യു. ഇനിയിപ്പോ ഞാൻ സേവ് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് സേവ് ചെയ്യേണ്ടിയിരിക്കുക. ഞാൻ ഇപ്പൊ ഇതിൽ അഡീഷണൽ കുറച്ചുകൂടി ടൈപ്പ് ചെയ്യാതിരിക്കുക. ഞാനിപ്പോ ഹായ്, ഹു ആർ യു, ഹു ആർ യു, ഐ ആം എ ഹ്യൂമൻ, വൈ യു ആർ കമ്മിങ്. Nothing.
അപ്പൊ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സേവ് ചെയ്യാണ്. ഞാൻ ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ചെയ്തത് ന്യൂ ഫയൽ ഡോട്ട് txt ആണ്. പക്ഷെ എനിക്കിപ്പോ സേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ ഫയലിലേക്ക് സേവ് ചെയ്യണം എനിക്ക് തോന്നി വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ആദ്യം സേവ് ചെയ്യാൻ നോക്കുക. സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. റൈറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ അടിക്കണമെങ്കിൽ കൺട്രോൾ ഓ, അതായത് ഇവിടെ ഉള്ള ഷോർട്ട് കീക്ക് ഒക്കെ മുന്നേ കൺട്രോൾ ടൈപ്പ് ചെയ്യുക, ഈ ആരോ കീക്ക് മാത്രം. ഇങ്ങനെയുള്ള ഈ ആരോ പ്രസ് ചെയ്യുന്നത് കൺട്രോൾ കീ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എം പ്രസ് ചെയ്യുന്നത് മെറ്റാ കീ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെറ്റാ കീ പറഞ്ഞാൽ നമ്മുടെ കീബോർഡിലെ ഓൾട്ട് കീ ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്, എം പ്രസ് ചെയ്യുന്നത്. അപ്പൊ അൺഡു ചെയ്യണമെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് യു ടൈപ്പ് ചെയ്യുക. റീഡു അൺഡുവിന്റെ ഓപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. ഈ ആരോ സിമ്പിളി പ്രസ് കാണിക്കുന്നത് കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം ഈ ഷോർട്ട് കീ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുന്നതിന്റെ മീനിങ് ആണ് റൈറ്റ് ഔട്ട്. അപ്പൊ എനിക്ക് സേവ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് കൺട്രോൾ ഓ ടൈപ്പ് ചെയ്യുക. കൺട്രോൾ ഓ ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയലിന്റെ നെയിം ആണ് ന്യൂ ഫയൽ. എനിക്ക് വേറെ ഫയലിലേക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫയലാണ് ഇപ്പോ ഒറിജിനൽ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യണം. ഒറിജിനൽ ഫയൽ ഡോട്ട് txt ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് എന്റർ അടിച്ചു. എന്റർ അടിച്ചതിനു ശേഷം സേവ് ഫയൽ അണ്ടർ ഡിഫറെന്റ് നെയിം, അതായത് ഇപ്പൊ ഞാനിപ്പോ വേറൊരു ഡിഫറെന്റ് ഫയലിന്റെ നെയിമാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്, അതായത് ഒറിജിനൽ ഫയൽ നെയിം. അതിലേക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസിന്റെ വൈ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് വൈ അടിക്കുക. അതിനുശേഷം എക്സിറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എക്സ് ടൈപ്പ് ചെയ്യുക. കൺട്രോൾ എക്സ് ടൈപ്പ് ചെയ്താൽ അത് സേവ് ആയിട്ടുണ്ടായിരിക്കും. സേവ് ആയിട്ടൊന്ന് ജസ്റ്റ് ചെയ്യണമെങ്കിൽ എൽ എസ് ടൈപ്പ് ചെയ്യുക. എൽ എസ് ടൈപ്പ് കൊടുത്താൽ ഇപ്പൊ ഒറിജിനൽ ഫയൽ ഡോട്ട് txt പറഞ്ഞിട്ട് വേറെ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് ഒറിജിനൽ ഫയൽ ഡോട്ട് txt ടൈപ്പ് കൊടുത്താൽ നമ്മളിപ്പോ അഡീഷണൽ കൊടുത്ത ഹായ് ഹു ആർ യു, ഐ ആം എ ഹ്യൂമൻ, വൈ യു ആർ കമ്മിങ്, നത്തിങ്, ആ അഡീഷണൽ കൂടി വന്നിട്ടുണ്ട്. മുന്നത്തെ ന്യൂ ഫയൽ കൊണ്ടുള്ള ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾറെഡി പഴയ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നാനോ ഫണ്ട് ഞാൻ ഫയൽ ഡോട്ട് txt ടൈപ്പ് ചെയ്യണം. ഫയൽ ന്യൂ ഫയൽ എന്നല്ലേ നെയിം, ന്യൂ ഫയൽ ഡോട്ട് txt ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ഹെൽപ്പ് കിട്ടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ കൺട്രോൾ ജി ടൈപ്പ് ചെയ്താൽ മതി. കൺട്രോൾ ജി ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും കൂടുതൽ കീസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൺട്രോൾ എക്സ്, ഈ ആരോ കണ്ട കൺട്രോൾ എക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്യുക, ആരോ എക്സ് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഔട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സേവ് ചെയ്യാണ്ട് ഞാൻ ഡയറക്റ്റ്, അതായത് ഇപ്പൊ ഞാനിപ്പോ ഇതിലിപ്പോ ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ടൈപ്പ് ചെയ്യാം. ഹലോ രണ്ട് ഹലോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഹായ് അടിയിൽ ടൈപ്പ് ചെയ്തു. ഇനി ഇതെനിക്ക് സേവ് ചെയ്യണം. അപ്പൊ ആദ്യം സേവ് ചെയ്യാണ്ട് നേരെ ഞാൻ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ അവർ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ചോദിക്കും. അതായത് ഞാൻ ജസ്റ്റ് കൺട്രോൾ എക്സ് കൊണ്ടുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യണം, കൺട്രോൾ എക്സ്. അപ്പൊ നിങ്ങൾക്ക് സേവ് മോഡിഫൈഡ് ബഫർ, നിങ്ങൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത് മോഡിഫൈ ചെയ്യണം. അതായത് രണ്ട് ഹലോ രണ്ട് ഹായ് ഞാൻ എക്സ്ട്രാ ടൈപ്പ് ചെയ്തു. അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യുക, വൈ. സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എൻ ടൈപ്പ് ചെയ്യുക. എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ട്, അപ്പൊ വൈ ടൈപ്പ് ചെയ്തു. വൈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം ടു റൈറ്റ്, അതായത് ഇപ്പോഴുള്ള ഫയൽ തന്നെയാണോ ന്യൂ ഫയൽ ഡോട്ട് txt, നമ്മൾ ഓപ്പൺ ആക്കിയ ഫയൽ ന്യൂ ഫയൽ ഡോട്ട് txt. അതല്ലാണ്ട് വേറൊരു ഫയലിലേക്കാണ് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ മാറ്റാൻ പറ്റും. ന്യൂ ഫയലിന്റെ അവിടെ മാറ്റണമെങ്കിൽ മാറ്റാം. എനിക്ക് മാറ്റണമെന്നില്ല, സെയിം ഫയലിലേക്ക് തന്നെ മതി. അപ്പൊ അതേ ഫയലിനെ കൊടുക്കുക. അതേ ഫയലിലേക്ക് തന്നെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എൻ്റർ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് എൻ്റർ ടൈപ്പ് ചെയ്യുക. ഫയൽ നെയിം ടു റൈറ്റ്, ഈ ഒരു ഓപ്ഷനിലെ ഫയൽ നെയിം ടു റൈറ്റ്, ഏത് ഫയലിലേക്കാണോ സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതേ ഫയൽ നെയിമാണ് കൊടുക്കുന്നത്. വേറെ ഫയലിലേക്ക് കൊടുക്കണമെങ്കിൽ വേറെ ഫയൽ നെയിം കൊടുക്കുക. ജസ്റ്റ് എൻ്റർ ടൈപ്പ് ചെയ്യണം. ഇനി ഞാൻ കാറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ന്യൂ ഫയലിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൽ അഡീഷണൽ രണ്ട് ഹലയും അഡീഷണൽ രണ്ട് ഹായും വന്നിട്ടായിരിക്കും. ഈ 3 ലൈൻ അല്ലാണ്ട് എക്സ്ട്രാ 2 ലൈൻ കൂടി ഉണ്ടായിരിക്കും. കണ്ടോ, ഹായ് ഹൗ ആർ യു, ഹായ് ഹലോ വെർ ആർ യു, എക്സ്ട്രാ 2 ലൈൻസ് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ ഫയൽ ജസ്റ്റ് ഓപ്പൺ ആക്കണം. ഇവിടെ നമുക്ക് W വണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ G വണ്ടുള്ള ഓപ്ഷൻ മനസ്സിലായി, O വണ്ടുള്ള ഓപ്ഷൻ മനസ്സിലായി. W വണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്, വേറീസ്. അതായത് ഇപ്പൊ എനിക്ക് ഇവിടെ ഇപ്പൊ ഹലോ എന്ന് വേർഡ് ഞാൻ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹലോ. അപ്പൊ ഹലോ എന്ന് വേർഡ് നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യണം എവിടെയുള്ളതെന്നെങ്കിൽ. ഒരു വലിയ ടെക്സ്റ്റ് ഫയൽ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറീസ് കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. വേറീസ് കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാൻ കൺട്രോൾ W, അതായത് കൺട്രോളും ഡബ്ല്യൂയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. നമ്മൾ ഷോർട്ട് കീ അറിയില്ലേ, കൺട്രോൾ W പ്രസ് ചെയ്യുക. അതിനുശേഷം ഏത് കീ ആണോ നമുക്ക് സെർച്ച് ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ എനിക്ക് ഹലോ ആണ് സെർച്ച് ചെയ്യുന്നത്, HELLO. ജസ്റ്റ് വേർഡ് സെർച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട ഹലോ വേർഡ് ഒന്ന് വേറെ കളറിൽ കാണിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് ഈ ലൈൻ കട്ട് ചെയ്യണമെന്നിരിക്കുക, ഹായ് ഹലോ വെർ ആർ യു. ആ ലൈൻ കട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ K ടൈപ്പ് ചെയ്യുക. കൺട്രോൾ K ടൈപ്പ് ചെയ്താൽ ആ ലൈൻ കട്ടായി. എനിക്ക് വേറൊരു ലൈനിൽ പേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എനിക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ U ടൈപ്പ് ചെയ്താൽ മതി. കൺട്രോൾ U ടൈപ്പ് ചെയ്താൽ ആ ലൈൻ അവിടെ പേസ്റ്റ് ആയി. കട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ K യൂസ് ചെയ്യാം. പേസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ലൊക്കേഷൻ അറിയണമെങ്കിൽ കൺട്രോൾ C കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കിപ്പോ ഞാൻ ഇവിടെ
ഒരു തേർഡ് ലൈനിലല്ലേ കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് കൺട്രോൾ സി ടൈപ്പ് ചെയ്തു. കൺട്രോൾ സി ടൈപ്പ് ചെയ്താൽ തേർഡ് ലൈനിലാണ് കിടക്കുന്നത്. കണ്ട, തേർഡ് ലൈനിലാണ് കിടക്കുന്നത്. എത്ര കോളം ആ ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഗോ ടു ലൈൻ, അതായത് ഗോ ടു ലൈൻ ടൈപ്പ് ചെയ്യണം. അതിന് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഫോർവേഡ് സ്ലാഷ്, അതായത് കൺട്രോൾ ടൈപ്പ് ചെയ്യുക, ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്യുക. കൺട്രോൾ ടൈപ്പ് ടു ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ ലൈൻ നമ്പർ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു തേർഡ് ലൈനിലേക്ക് എന്താ ഫോർത്ത് ലൈനിലേക്ക് പോകണമെങ്കിൽ ഫോർത്ത് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട 1 2 3 4 ഫോർത്ത് ലൈനിലേക്ക് നേരെ പോയി. അപ്പൊ എനിക്ക് കുറെ ടെസ്റ്റ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ എനിക്ക് കേഴ്സർ ഇന്ന ലൈനിലേക്ക് വേഗം പോകണമെന്നുണ്ടെങ്കിൽ ഗോ ടു ലൈൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്യുക. കണ്ടു ചെയ്യണം വിചാരിക്കുക. കണ്ടു ചെയ്യണമെങ്കിൽ എം പറയുന്നത് മെറ്റാ കീ ആണ്. മെറ്റാ കീ പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ ഓൾട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അൺഡു ചെയ്യണമെങ്കിൽ ഓൾട്ട് യു ടൈപ്പ് ചെയ്യുക. ഓൾട്ട് യു ടൈപ്പ് ചെയ്താൽ അൺഡു ആയി. റീഡ് ചെയ്യണമെങ്കിൽ എം, അതായത് ഓൾട്ട് പ്രസ് ചെയ്യുക, ഓൾട്ടിന്റെ ഒപ്പം ഇ ടൈപ്പ് ചെയ്യുക. കണ്ട, അണ്ടുവിന്റെ ഓപ്പോസിറ്റ് ഇട്ടോണ്ടിട്ടാണ് റീഡ് ചെയ്യുന്നത്. എനിക്ക് റീപ്ലേസ് ചെയ്യണം വിചാരിക്കുക. ഈ ഹലോ എന്ന വേർഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നത്. ഇത് ബാക്ക് സ്ലാഷ് അല്ലേ എന്ന് പറയാം. അതിന് കൺട്രോൾ ബാക്ക് സ്ലാഷ് അടിക്കുക. കൺട്രോൾ ബാക്ക് സ്ലാഷ് അടിക്കുക. എന്നിട്ട് ഏത് വേറെ റീപ്ലേസ് ചെയ്യുന്നത്? എനിക്ക് ഇതിൽ ഇന്ത്യ മാറ്റിയിട്ട് ഇപ്പോ ബ്രസീൽ ആക്കണം വിചാരിക്കുക. ഇന്ത്യ, ഇന്ത്യക്ക് വരും. അപ്പൊ ഏത് വേറെ റീപ്ലേസ് ചെയ്യുന്നത്? ആ വേർഡ് ടൈപ്പ് ചെയ്യുക, ഇന്ത്യ, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. റീപ്ലേസ് വിത്ത് ബ്രസീൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. റീപ്ലേസ് ദിസ് ഇൻസ്റ്റൻസ് ഓൾ അടിക്കുക, ടൈപ്പ് ചെയ്യുക. അപ്പോ ഇന്ത്യ മാറിയിട്ട് ബ്രസീലായി. ഇപ്പൊ ഞാൻ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആകെ ഒരു ഇന്ത്യയിലോണ്ട് നമ്മള് ഒറ്റ ഇന്ത്യയുള്ള ബ്രസീലായി. എനിക്കിപ്പോ ഒന്നിൽ കൂടുതലുള്ള ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഹായ് പറഞ്ഞിട്ടുള്ള കമന്റ് ഉണ്ട്. ഹായ് പറഞ്ഞിട്ടുള്ള കമന്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ വീണ്ടും കൺട്രോൾ ബാക്ക് സ്ലാഷ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഹായ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. റീപ്ലേസ് വിത്ത് ഹായ്, ജസ്റ്റ് എൻ്റർ അടിക്കുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ടൈപ്പ് ചെയ്തപ്പോ ഹായ് മൊത്തം എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ മാറി. ഇവിടെ മാറി, ഇവിടെ മാറി, ഇവിടെ മാറി, ഇവിടെ മാറി. അങ്ങനെ റീപ്ലേസ് ചെയ്യാനാണ് ആ ഒരു ഫയൽ യൂസ് ചെയ്യുക. എനിക്ക് വേറൊരു ഫയലത്തെ കണ്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം വിചാരിക്കുക. അതിനാണ് റീഡ് ഫയൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. കൺട്രോൾ ആർ ടൈപ്പ് ചെയ്യുക. ഫയൽ ടു ഇൻസേർട്ട്, നമുക്ക് ഈ ഒരു കറന്റ് ഡയറക്ടറിലുള്ള ഫയൽസിന്റെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഒറിജിനൽ ഫയൽ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഫയൽ .txt, അത് ഈ ഫയലിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ ആ ഒരു ഫയലിലത്തെ കണ്ടന്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോഴുള്ള ഫയലും അതല്ലാണ്ട് ഒറിജിനൽ ഫയൽ പറഞ്ഞിട്ട് വേറെ ഫയലില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ റീഡ് ഫയൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനോടെ താഴെയുള്ള സബ് ഓപ്ഷൻസ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് ബേസിക് യൂസേജ് പറഞ്ഞാൽ ആദ്യം ഓപ്പൺ എ ഫയൽ ഓർ ക്രിയേറ്റ്. ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ ഞാനോ ടൈപ്പ് ചെയ്തതിനു ശേഷം ഫയൽ നെയിം അടിക്കുക. അതിനുശേഷം റൈറ്റ് യുവർ ടെക്സ്റ്റ് ഡയറക്റ്റ്, നേരെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഓ യൂസ് ചെയ്യുക. റൈറ്റ് ഔട്ട്, കൺട്രോൾ ഓയുടെ യൂസ് പറഞ്ഞാൽ കൺട്രോൾ ഓ സ്റ്റാൻഡ്സ് ഫോർ റൈറ്റ് ഔട്ട്. ഇറ്റ് മീൻസ് സേവ് ദി ഫയൽ യു ആർ എഡിറ്റിംഗ്. അതായത് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഓ യൂസ് ചെയ്യുക. വെൻ യു പ്രസ് കൺട്രോൾ ഓ, നമ്മൾ കൺട്രോൾ ഓ പ്രസ് ചെയ്താൽ നാനോ ഷോസ് ദിസ് അറ്റ് ദി ബോട്ടം, അതായത് ഫയൽ നെയിം റൈറ്റ് ഫയൽ .txt. അതായത് ഇപ്പോ ഞാൻ ഇപ്പോൾ കൺട്രോൾ ഓ ടൈപ്പ് ചെയ്യണം. കൺട്രോൾ ഓ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിൽ ഫയൽ നെയിം ടു റൈറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ ഫയൽ നെയിം ടു ന്യൂ ഫയൽ .txt ആണ്, അതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇഫ് യു ആർ സേവിംഗ് ദി സെയിം ഫയൽ ജസ്റ്റ് പ്രസ് എൻ്റർ. അതായത് നമ്മൾ ഈ ഒരു ഫയലിലേക്കാണ് സേവ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ മാറ്റം നിൽക്കേണ്ട, ജസ്റ്റ് എൻ്റർ അടിക്കുക. നമുക്ക് വേറൊരു ഫയലിലേക്ക് ഇഫ് യു വാണ്ട് ടു സേവ് വിത്ത് എ ഡിഫറെന്റ് നെയിം ടൈപ്പ് എ ന്യൂ നെയിം പ്രസ് എൻ്റർ. അതായത് നമ്മൾ വേറൊരു ഫയലിലേക്കാണ് മാറ്റണമെങ്കിൽ ഈ ഒരു ന്യൂ ഫയൽ .txt അവിടെ നമ്മൾ പുതിയ ഫയലിന്റെ നെയിം അടിക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. ഈ ഫയലിലേക്ക് വേണ്ടെന്നുള്ളതുകൊണ്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം പ്രസ് കൺട്രോൾ എക്സ്, എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എക്സ് അടിക്കുക. കൺട്രോൾ എക്സ് അടിച്ചാൽ ജസ്റ്റ് എക്സിറ്റ് ആയിരിക്കും. ഇതാണ് അതിന്റെ ബേസിക് യൂസേജ്, ഇതാണ് അവിടെ പറയുന്നത്. ഇനി ടിപ്സ്. ഇഫ് യു ആർ ട്രൈങ് ടു എക്സിറ്റ് വിത്തൗട്ട് സേവിങ്, അതായത് നമ്മൾ കൺട്രോൾ ഓ അടിക്കാണ്ട് സേവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തത് നാനോ ആസ്ക് ഇഫ് യു വാണ്ട് ടു സേവ്. നാനോ ഇസ് പ്രീ ഇൻസ്റ്റാൾഡ് ഓൺ മെനി ലിനക്സ്, അതായത് ഒരുവിധം ലിനക്സ് സിസ്റ്റത്തിൽ നാനോ ഇൻസ്റ്റാൾഡ് ആണ്. അഥവാ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ നാനോ പറഞ്ഞിട്ടുള്ള കമന്റ് യൂസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഷോർട്ട് കമന്റ്സ്. കൺട്രോൾ ജി പറഞ്ഞ ഹെൽപ്പ്, ഓപ്പൺ ദി ഹെൽപ്പ് ഡോക്യുമെന്റേഷൻ. കൺട്രോൾ ഓ, അതായത് ഇതിന്റെ അർത്ഥം പറഞ്ഞ ഇതിന്റെ അർത്ഥം കൺട്രോൾ പ്ലസ് ഓ ആണ്. ഇതിന്റെ അർത്ഥം പറഞ്ഞ CTRL പ്ലസ് ജി, അതായത് കൺട്രോൾ ജി, കൺട്രോൾ പ്ലസ് ഓ, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇനി കൺട്രോൾ ഡബ്ല്യു പറഞ്ഞാൽ വേരീസ്, അതായത് സെർച്ച്, ടെസ്റ്റ് ഫയൽ സെർച്ച് ചെയ്യാനാണ് കൺട്രോൾ ഡബ്ല്യു. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ കെ. കൺട്രോൾ സി ഉണ്ട്, അതിൽ ലൊക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ. പിന്നെ എം യു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾട്ട് പ്ലസ് യു ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്ലസ് യു, അതാണ്
MU-ന്റെ അർത്ഥം എം പറഞ്ഞാൽ മെറ്റാക്കി ആണ്. നമ്മുടെ കീബോർഡിലെ ഓൾട്ടിനെയാണ് മെറ്റാക്കി എന്ന് പറയുന്നത്. പിന്നെ എക്സ് യൂസ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റീഡ് ചെയ്യാം, വേറൊരു ഫയലും കൂടി റീഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ആർ യൂസ് ചെയ്യാം. പിന്നെ കൺട്രോൾ സ്ലാഷ് റീപ്ലേസ് ഒരു കണ്ടന്റ് ഒരു ടെസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ ഹലോ റീപ്ലേസ് ചെയ്തിട്ട് ഹൗ ആർ യു ആക്കണമെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇന്ത്യ മാറ്റിയിട്ട് ബ്രസീലാക്കിയ പോലെ അങ്ങനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കൺട്രോൾ യു പേസ്റ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ജസ്റ്റിഫൈ ചെയ്യാൻ. പിന്നെ ഒരു കുറെ ലൈനുള്ള ഒരു ടെസ്റ്റ് ഫയലിൽ നമുക്കൊരു 30ാമത്തെ ലൈനിൽ ഇന്ന ലൈനിലേക്ക് വേഗം പോകണമെങ്കിൽ ഈ കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലാഷ് യൂസ് ചെയ്യാം. പിന്നെ ഓൾട്ട് പ്ലസ് ഇ, അതായത് ME പറഞ്ഞ ഓൾട്ട് പ്ലസ് ഇ ആണ്, അതാണ് ME പറഞ്ഞ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് കട്ട്സ്. മീനിങ് വാട്ട് ഇറ്റ് ഡസ്, അതായത് ഒരു നാനോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലുള്ള ഏറ്റവും ബോട്ടത്തിലുള്ള ഈ ഒരു കീസിന്റെ യൂസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ നാനോയില് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കൂടുതൽ പഠിക്കണമെങ്കിൽ കൺട്രോൾ G ഹെൽപ്പ് എടുത്തതിനു ശേഷം അതിൽ നിന്ന് നോക്കി പഠിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒരു C ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എങ്ങനെ നാനോ കമന്റ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ടെസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. C ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ടച്ച് കമന്റ് യൂസ് ചെയ്യുന്നു. ടച്ച് കമന്റ് യൂസ് ചെയ്തിട്ട് ഫയൽ ഡോട്ട് C പറഞ്ഞിട്ടൊരു C പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നാനോ ഫയൽ ഡോട്ട് C ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഈ C പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ ആദ്യക്ക് ഹാഷ് ഇൻക്ലൂഡ് stdio.h അത് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ. അതിനുശേഷം എനിക്കൊരു ടാബ് സ്പേസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ടാബ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം printf വെൽക്കം ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് /n ജസ്റ്റ് സെമിക്കോളൻ ടാബ് സ്പേസ് കിട്ടാൻ ടാബ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം റിട്ടേൺ 0 ജസ്റ്റ് എൻ്റർ, അതിന് ബ്രാക്കറ്റ് ജസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കൺട്രോൾ O ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ചോദിക്കും ഇതേ ഫയലിലേക്ക് സേവ് ചെയ്താൽ മതി. അപ്പൊ ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ X അടിക്കുക. ഇനി നമുക്ക് റൺ ചെയ്യണമെങ്കിൽ GCC, അതിന് മുന്നേ അതിൽ കണ്ടന്റ് ആയൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ കാറ്റ് കമന്റ് യൂസ് ചെയ്യുക. ഫയൽ ഡോട്ട് C ജസ്റ്റ് എൻ്റർ അടിച്ച കണ്ടന്റ് ഉണ്ട്. എനിക്ക് റൺ ചെയ്യണമെങ്കിൽ GCC ഫയൽ ഡോട്ട് C ടൈപ്പ് ചെയ്യുക. GCC ഇനിയിപ്പോ GCC വെച്ചിട്ട് നമ്മൾ റൺ ചെയ്ത LS ടൈപ്പ് കൊടുത്ത a.out പറഞ്ഞിട്ടൊരു ഫയൽ വന്നിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്താൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. a.out കണ്ട വെൽക്കം. ഇതിന്റെ ഈ ഒരു C പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് വെൽക്കം. അപ്പൊ നമുക്ക് C പ്രോഗ്രാമോ എങ്ങനെ എന്ത് ടെക്സ്റ്റ് ഫയൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നാനോ കമന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്.